അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി റോംകോം വിഭാഗത്തിൽ മലയാളത്തിൽ എക്കാലത്തെയും വലിയ ഹിറ്റായ പ്രേമലുവിലെ ബ്രില്യൻസുകളും റെഫറൻസുകളും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ റെഫറൻസുകളും സ്പൂഫ് എലമെന്റ്സും എല്ലാം തൻ്റെ സിനിമയിൽ ബ്ലെൻഡ് ചെയ്യുന്നതിൽ ഗിരീഷേടിയുടെ കഴിവ് തണ്ണീർമത്തൻ ദിനങ്ങളിലും സൂപ്പർ ശരണ്യയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അർജുൻ റെഡ്ഡിയെ കളിയാക്കാൻ വേണ്ടി മാത്രം ആൽഫ അജിത് മേനോനെ സൃഷ്ടിച്ച ഗിരീഷേടി പ്രേമലുവിൽ നിഷ്കരുണം വലിച്ചു കയറുന്നത് തൻ്റെ ആദ്യ സിനിമയിലെ സ്റ്റാർ കൂടെയായ വിനീത് ശ്രീനിവാസന്റെ ഹൃദയത്തെയാണ്. എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. അഞ്ജലി നീക്ക് സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി? അവളുടെ കണ്ണ് കണ്ടാലറിയാം. കണ്ണ് കണ്ടല്ലോ? അങ്ങനെ കണ്ണ് കണ്ടാലറിയാടാ. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടത്തോണ്ട് ചോദിക്കലാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ടുപിടിക്കുന്നത് സിംഗിളാണെന്ന്? കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മോളെ പോലെ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പല സിനിമ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ ധാരാളമുണ്ട് പ്രേമലുവിൽ. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. എങ്ങനെയുണ്ട് സുബിനെ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിനക്കെന്റെ റൊമാൻറ്റിക് അറിയില്ല. ആര് റൊമാൻറ്റിക് വരണ്ടടാ? ഇത് റൊമാൻറ്റിക് തന്നെ. നീ അവളെ കുണുവാവേന്നാണല്ലോ വിളിക്കുന്നത്. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ഞാൻ തൂറി എറിയുന്നില്ല. ഇത് കൂടാതെ ഒരുപാട് ക്ലാസിക് മീംസ് രസകരമായി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗിരീഷേടി. അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ. ഞാൻ കമ്മിറ്റഡാണ്. അതിനൊന്നുമില്ലേ? കാർത്തിക കമ്മിറ്റഡാണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ കേഴ്സ്. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. കുണു ഇതല്ല. കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇതൊരു സുഖം. ഓ നല്ല സുഖം. അതേപോലെ വാട്സാപ്പ് സ്റ്റിക്കേഴ്സായും വളരെ നൈസായി റെഫറൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെ തല്ലിന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. യു നോ ഐ ആം മൈസെൽഫ് എ ഫെമിനിസ്റ്റ്. ഐ എം മൈസെൽഫ് എ ഫെമിനിസ്റ്റ് എന്ന് ആദ്യം പറഞ്ഞ് ക്യാമറ നേരെ ഷിഫ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നത് മലയാള സിനിമയിലെ ഗർജിക്കുന്ന ഫെമിനിസ്റ്റ് എഴുത്തുകാരനായ ശ്യാം പുഷ്കരന്റെ മുഖത്തേക്കാണ്. ഇതുകൂടാതെ ഈസ്റ്റർ എക്സായി തൻ്റെ മുൻ സിനിമയിലെ ധാബ ഗേൾസ് റെഫറൻസും പിന്നെ ഒരു ഫ്രെയിമിൽ സംവിധായകൻ തന്നെയും നടന്നു പോകുന്നുണ്ട്. ചെക്കോഫ്സ് ഗൺ ഫോർഷാഡോയിങ് പരിപാടികളും വളരെ ബ്രില്യൻ്റായി ഉപയോഗപ്പെടുത്തിയ സിനിമയാണ് പ്രേമലു. ഉദാഹരണത്തിന് ആദി ഓഫീസിലെ ഗേൾസിന് കൊടുക്കുന്ന പെപ്പർ സ്പ്രേ ക്ലൈമാക്സിൽ റീനു ആദിക്ക് നേരെ പ്രയോഗിക്കുന്നത്. സച്ചിൻ്റെ ക്യൂട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് പിന്നൊരിക്കൽ റീനു ഇമോഷണൽ ആവുമ്പോൾ ഫ്രെയിമിൽ ഒരു പ്രോപ്പ് ആവുന്നത്. ഹൈദരാബാദിൽ ഒരു ജോലി വേണം എന്ന് തോന്നിയപ്പോൾ സച്ചിൻ്റെ തോട്ട് ആദ്യം പോയത് TFCയിലേക്കാണ്. എന്തുകൊണ്ട് എന്നത് സിനിമയുടെ ആദ്യ ഭാഗത്ത് ഫോർഷാഡോഡാണ്. സച്ചിൻ്റെ കാറിടിച്ച് തകർന്ന പുലിവാൽ ദേവന്റെ പ്രതിമ പിന്നീട് ഒരു ഫ്രെയിമിൽ ചെറിയ ചിരി പടർത്താൻ പ്ലേസ് ചെയ്യുന്നത് തൊട്ട് വളരെ ഡെലിബറേറ്റായി ബ്രില്യൻസായി കാണിച്ച നമ്മൾ ഈ സ്ഥലത്ത് ഇതിനു മുമ്പേ വന്നിട്ടുണ്ടോ എന്ന് റീനുവിൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വെച്ച് അമൽ ഡേവിസ് പറയുന്നത് വരെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഫോർഷാഡോയിങ് ടെക്നിക്സ് കാണാൻ സാധിക്കും. 2 ഗിരീഷേടി ബ്രില്യൻസുകളും കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഓടുന്നതിനിടെ ഫോൺ വീണ് ഡിസ്പ്ലേ പൊട്ടിയ ശേഷം റീനു വിളിക്കുമ്പോൾ സച്ചിൻ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അമ്മ വിളിക്കുമ്പോൾ നേരെ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെ അമ്മയുടെ റിംഗ് ടോൺ കുമ്പളങ്ങി നൈറ്റ്സിലെ മകനെ ഞാനുണ്ടരികിൽ ആണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സച്ചിനെ വളരെ റിലേറ്റബിളും ലൈക്കബിളും ആക്കുന്നത് അവൻ നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്നിടത്താണ്. അതിന് സംവിധായകൻ ഉപയോഗിച്ചൊരു പ്രധാനപ്പെട്ട ടൂൾ സച്ചിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. കോളേജ് ഫെയർവെല്ലിനും TFCയിൽ ജോയിൻ ചെയ്യാൻ പോയ ദിവസവും സച്ചിൻ ഇടുന്നത് ഇതേ ഷർട്ടാണ്. സാറിൻ്റെ കല്യാണ തലേന്നിട്ട ഇതേ ചെക്ക് ഷർട്ടാണ് സച്ചിൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോഴും പിന്നീട് ട്രെയിനിൽ ഓടിക്കയറേണ്ടി വന്നപ്പോഴും ഇടുന്നത്. ആദ്യം ആ ഷർട്ട് വെച്ച് സച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുമുണ്ട് സിനിമയിൽ. കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്ന അന്നിട്ട അതേ ഷർട്ടാണ് സാറിൻ്റെ കല്യാണത്തിനും തിരിച്ചുള്ള യാത്രയിലും സച്ചിൻ ഉപയോഗിക്കുന്നത്. ഈ ഡബിൾ പോക്കറ്റ് ബ്രൗൺ ഷർട്ട് സിനിമയിൽ പലയിടത്തും സച്ചിൻ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തുടക്കത്തിൽ വീട്ടിൽ ഉപയോഗിച്ച ഈ ടീഷർട്ട് ചെന്നൈയിൽ താമസിക്കുമ്പോഴും സച്ചിൻ ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് എന്തോ മഹത്തരമായ റയറായ കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ 50 സീൻ ഉണ്ടെങ്കിൽ
50 കോസ്റ്റ്യൂംസ് മാറി മാറി ഇടുന്ന റോംകോം സിനിമകളിലെ നായകന്മാരെക്കാൾ സച്ചിനെ നമുക്ക് കൂടുതൽ റിലേറ്റബിൾ ആക്കുന്നത് ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസൂടെയാണ്. പിന്നെ വീഡിയോയിൽ കണ്ട പല റെഫറൻസുകളും ബ്രില്യൻസുകളും ഒന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല. പല FB ഗ്രൂപ്പുകളിൽ നിന്നും കമന്റ് ബോക്സുകളിൽ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളൊന്നും ഒരുമിപ്പിച്ചേ ഉള്ളൂ. കടപ്പാട് ടു ദ ഒറിജിനൽ ക്രിയേറ്റേഴ്സ്. വീഡിയോയിൽ മിസ്സായ വേറെ റെഫറൻസുകളും കൂടുതൽ ബ്രില്യൻസുകളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.